2 ദിവസം മുമ്പാണ് 19 വയസ്സുള്ള BDS പഠിക്കുന്ന പെൺകുട്ടി, നമ്മൾ വിചാരിക്കുന്ന A+ കിട്ടി ജീവിതത്തിൽ വളരെ ഗംഭീരമായുള്ള നിലയിലേക്ക് വളർന്നു വരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ പോലീസ് രണ്ടെണ്ണത്തിനും ഓടുന്നതിനേക്കാൾ മുമ്പ് പിടിച്ചറിഞ്ഞു. സ്റ്റേഷനിലേക്ക് 2 പേരും വന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ആ സുന്ദരിയായ കുട്ടി ഒളിച്ചോടിപ്പോയ ചെക്കനങ്ങളൊന്ന് കാണണം. ഒരു കൈതച്ചക്കൻ്റെ പോലത്തെ മുടിയും ഒരു ഭൂതത്താൻ്റെ താടിയും, ട്രൗസർ ഇട്ടോ എന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിക്കില്ലെന്ന് വെച്ചാൽ ഇട്ടിക്കില്ല, അതെപ്പോൾ കഴിഞ്ഞു എന്നുള്ള ടെൻഷൻ കീറിപ്പറിച്ചൊരു സാധനം. എനിക്കതൊക്കെ അവരുടെ അവകാശമാണ്. പക്ഷെ എനിക്കത് എന്തോ ആ പെൺകുട്ടിക്ക് ചേർന്നൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ചും വിദ്യാസമ്പന്നനായിട്ടുള്ള BDS കോഴ്സ് പഠിക്കുന്നൊരു കുട്ടി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ച ചോദ്യം, കുട്ടി എനിക്ക് ഏടുന്ന് കിട്ടിയടാ ഈ ചെക്കന? ആ പെൺകുട്ടി നിഷ്കളങ്കമായി പറഞ്ഞൊരു വാക്കുണ്ട്. ആ കുട്ടി പറഞ്ഞെന്നറിയോ? പോലീസേ, ഞാൻ അവൻ്റെ കൂടെ പോകാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവനറിയില്ല. പോകാൻ കാരണം അവനാണ് എനിക്ക് ആദ്യമായി ഉമ്മ തന്നത്. അങ്ങനെ ഒരു ചെക്കൻ ആദ്യമായി ഉമ്മ തന്നാൽ എൻ്റെ ചാരിത്രം പോയില്ലേ പോലീസേ? പിന്നെ ഞാൻ ഓൻ്റെ തന്നെ പോണ്ട പോലീസ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും സങ്കടം വന്നില്ല. എനിക്ക് വീണ്ടും സങ്കടം വന്നു. കാരണം എൻ്റെ മൂത്ത മോക്ക് വയസ്സ് 6ാം ക്ലാസ് പഠിക്കുന്നുള്ളൂ, 11 വയസ്സുണ്ട്. ഞാനാണെങ്കിൽ ഓക്ക് ഉമ്മയും കൊടുത്തില്ല ഇതുവരെ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പറന്ന് ചെന്ന് എൻ്റെ വരാന്തയിലിരിക്കുന്ന എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് 4-5 ഉമ്മ കൊടുത്തു. ഉമ്മ 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 ഉമ്മ. എൻ്റെ ഭാര്യ വെച്ച് നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്? ഞാൻ പറയാം അതല്ല, ഇത് വേറെയാണ്. ഓക്കും കൊടുത്ത് 4-5 ഉമ്മ. ഈ ഉമ്മ കൊടുത്ത് എന്തിനാണെന്നറിയാം നിങ്ങൾ? എൻ്റെ മകൾ 6ാം ക്ലാസ്സിലെ മകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ റോഡിൻ്റെ തീരത്തുള്ള ഏതെങ്കിലും ഒരു കടയുടെ പുറകിലേക്ക് എൻ്റെ മകളെ വലിച്ചിഴച്ച് ഏതെങ്കിലും ചങ്ങാതി ഉമ്മ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ മകളുടെ ചാരിത്രം പോയി എന്ന് മകൾ പറയാതിരിക്കാൻ ഇനി എനിക്ക് സമാധാനമാണ്. ഇനി എൻ്റെ മോളെ പീഡേൻ്റെ വേക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ട് ഓള് പറയുന്ന വർത്താനം എന്തായിരിക്കും എന്നറിയോ? പോട് പൊട്ട, ഇതെൻ്റെ അച്ഛൻ എപ്പോഴും തരുന്ന സാധനമാണ്, എൻ്റെ ചാരിത്രമൊന്നും പോയി പോകില്ല എന്ന് മകളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഈ ഉമ്മ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും കൊടുത്തോളി, ഭാര്യയ്ക്ക് വേണമെങ്കിൽ നിങ്ങളും കൊടുത്തോളി. നമുക്ക് ഭാര്യയും മക്കളും ഒക്കെ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ എനിക്ക് കുറേ ഗിമ്മിക്ക് കളിക്കേണ്ടി വരും. ഈ മക്കളൊക്കെ പാവങ്ങളാണെന്ന്. ഈ മക്കളൊക്കെ ജനിക്കുമ്പോൾ കരയാൻ മാത്രം അറിയാവുന്ന കുട്ടികളായിരുന്നു. വെറും കരയാൻ മാത്രം. വിശന്നപ്പോൾ കരഞ്ഞു കുട്ടി, കൊതുകടിച്ചപ്പോൾ കരഞ്ഞു കുട്ടി, വയറുവേദന വന്നപ്പോൾ കരഞ്ഞു കുട്ടി. ആ ഉമ്മയ്ക്ക്, ആ കരഞ്ഞ കുട്ടിയുടെ ഉമ്മയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി കുട്ടി എന്തിനാണ് കരഞ്ഞതെന്ന്. കുട്ടിക്ക് പാല് കൊടുത്ത് വിശപ്പടക്കി, തൊടുന്നയ്യെടുത്ത് പൊക്കിളിന് ചുറ്റും പുരട്ടിയപ്പോൾ കുട്ടിയുടെ വയറുവേദന മാറി. ആ കുട്ടിയുടെ ചിരി കണ്ടപ്പോൾ ഉമ്മയും അമ്മയും സന്തോഷിച്ചു. അതുകൊണ്ടാണ് ഉമ്മയും അമ്മയും ദൈവമെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിച്ചത്. അല്ലാണ്ട് നിങ്ങളെ പൗഡറിട്ട മുഖം കണ്ടിട്ടല്ല. പക്ഷെ പുതിയ തലമുറയിൽ എൻ്റെ ഭാര്യ ഉൾപ്പെടെയില്ല. എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ കരയുമ്പോൾ എന്തിനാന്ന് ആ ഭാര്യക്ക് മനസ്സിലായിട്ടേ ഇല്ല. എൻ്റെ ഭാര്യ കുട്ടി കരയുമ്പോൾ അന്നേരം പറയുന്നതെന്നറിയോ? കുഞ്ഞമ്മ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന്. കുഞ്ഞമ്മ ഡോക്ടറാണോ എൻ്റെ മകളെ പ്രസവിച്ചത്? അവളോട് പറഞ്ഞാൽ പറയും, എൻ്റെ അമ്മയോട് ചോദിക്കുക എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മേനെ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മ പഴയതാണെന്നാണ് പറയുന്നത് എൻ്റെ ഭാര്യ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യേൻ്റെ ടീമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള നല്ല ബോധമുണ്ട്. ഉമ്മയെ വിശ്വാസമില്ലാത്ത, ഉമ്മാമ്മയെ വിശ്വാസമില്ലാത്ത, സമൂഹത്തെ വിശ്വാസമില്ലാത്ത, ഞാനും എൻ്റെ മക്കളും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വല്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബം എന്ന രീതിയിൽ നിങ്ങൾ ഇന്ത്യ നന്നാക്കുവാനൊന്നും നിൽക്കണ്ട. അതിനെല്ലാം ഇവിടെ ആളുണ്ട് ഇന്ത്യ നന്നാക്കുവാൻ. നിങ്ങൾ കേരളം നന്നാക്കുവാൻ നിൽക്കണ്ട, അതിനും ഇവിടെ ആളുണ്ട്. നിങ്ങൾ നന്നാക്കേണ്ടുന്ന ഒരിടമുണ്ട്. നിങ്ങളുടെ വീട് നിങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളെല്ലാം വിചാരിക്കുന്ന നിങ്ങളുടെ വീട് സുരക്ഷിതമാണ്. കുറേ വലിയ മതിലും കുറേ മേലെ എല്ലാം ഓടിട്ട് പൂട്ടിയാലൊന്നും വീട് സുരക്ഷിതമാവില്ല. CCTV വെച്ചാലും വീട് സുരക്ഷിതമാവില്ല. സുരക്ഷിതമാവണമെങ്കിൽ ജീവിതത്തിൽ സ്നേഹബന്ധമുണ്ടാവണം. നിങ്ങളെ മക്കൾ മനുഷ്യനാണെന്നുള്ള ബോധ്യപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? നിങ്ങൾ മനുഷ്യന്മാരാണോ? എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യന്മാരെ പോലെ തോന്നുന്നേ ഇല്ല. കാരണം എന്താ അറിയോ? നിങ്ങളെ നോട്ടം ശരിയില്ല. നിങ്ങൾ നോക്കുന്ന നോട്ടം ഉണ്ടല്ലോ, ഞാൻ കഞ്ചാവ് കച്ചവടക്കാരനെ പോലെയാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ മനുഷ്യനെ പോലെ നോക്കണം. മനുഷ്യന് ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാനുള്ള കഴിവുള്ളൂ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ബാപ്പ മനുഷ്യനാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ബാപ്പേൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരൊറ്റ ചിരി, ബാപ്പ ബാപ്പ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് മനുഷ്യനായ ബാപ്പ.
നിങ്ങളെ ഭർത്താവ് മനുഷ്യനാണോ നോക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കണം. ഭർത്താവ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് തങ്കപ്പെട്ട ഭർത്താവ്. അതേപോലെ മക്കൾ മനുഷ്യക്കുട്ടിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനും ചിരിക്കാനും തയ്യാറാവുന്ന അമ്മയും ഉമ്മയുമായി നിങ്ങൾ മാറണം. ആ കുട്ടി നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇതെല്ലാം എന്തിനാ പറയുന്നതെന്നല്ലേ ചോദിക്കുന്നത്. കേരളം ലഹരിയുടെ പിടുത്തത്തിലാണ്. ഒക്ടോബർ 2-ാം തീയതി കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ പ്രമുഖരെല്ലാം സംസാരിച്ചു. അതിൽ വിദഗ്ധർ സംസാരിച്ചൊരു സംസാരമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാനറിയില്ല. കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതേ രീതിയിൽ കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ, ഈ ലഹരിക്കെതിരെയുള്ള വിശുദ്ധ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചൊന്നായി പോരാട്ടത്തിൽ യോദ്ധാക്കളായി മാറിയിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ 10 കൊല്ലം കഴിഞ്ഞാൽ യുവതലമുറ ഉണ്ടാവില്ല എന്ന്, ഇവിടുന്ന് ഡാൻസ് കളിച്ച കുട്ടികൾ ഉണ്ടാവില്ല എന്ന്, ആ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. മരിച്ചു പോവില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കുഴിച്ചിടായിരുന്നു. മുഴുഭ്രാന്തന്മാരായിട്ട് നിങ്ങളെ കുട്ടികൾ ഈ നാട്ടിൽ പറന്ന് നടക്കുന്നത് നിങ്ങളും ഞാനും കാണേണ്ടി വരും. ഇത് അവസാന പോരാട്ടമാണ്. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഇത് അറിയില്ല എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഞാൻ എന്തിനാ ഏറ്റെടുക്കുന്നതെന്ന് പലപ്പോഴും. ഒരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് ആരും നന്നായിട്ടൊന്നുമില്ല. ഇന്ന് വരെ ഒരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് നന്നായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാ പൊട്ട ഇനി ഇവിടെ വന്നത്? ഞാൻ വന്നത് എന്തിനാ അറിയോ? ഇനി ഒരു ഉമ്മയും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കരയാൻ പാടില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് ഒരു ഉമ്മയും ഒരു അമ്മയും പറയരുത്. അതിനാ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കണക്കുകൊണ്ട് ഇത് തെളിയിച്ചു തരാം. നിങ്ങൾ കുടിക്കുമോ സാർ? നിങ്ങൾ കുടിക്കുമോ? മദ്യപിക്കുമോ? ഇല്ല. ഉമ്മ നിങ്ങൾ മദ്യപിക്കുമോ? ഇല്ല എന്നല്ല. ഇല്ല, നിങ്ങളൊന്നും മദ്യപിക്കുന്നില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളെ നാട് സുരക്ഷിതമാണെന്ന് കരുതുന്നതിലും അർത്ഥമില്ല. കേരള ഗവൺമെന്റിന്റെ 2022 ഡിസംബർ 31-ാം തീയതിത്തെ കണക്ക് പരിശോധിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുടുംബാംഗവും ഒന്ന് ഞെട്ടേണ്ടതാണ്. കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ടരിച്ചപ്പോൾ, അതായത് ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്നവരെയുള്ള കുട്ടികളെ ജനസംഖ്യ ആളുകളെ എണ്ണം കൊണ്ടരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവ് കിട്ടണം. സാറ് മദ്യപിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു പൗരൻ, ഒരു മനുഷ്യൻ, ഒരു കുട്ടി 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട് എന്ന്. അതായത് സാറ് 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. സാറ് കുടിക്കുന്നില്ല എങ്കിൽ അടുത്ത സാറ് ഇത് 17.4 ലിറ്റർ കുടിക്കണം. നിങ്ങൾ രണ്ടുപേരും കുടിക്കുന്നില്ല എങ്കിൽ അധ്യക്ഷനായ അയൂബ് സാറ് കുടിക്കണം ഇത് മുഴുവൻ. മൂപ്പറും കുടിക്കുന്നില്ല എങ്കിൽ പണ്ടാരൻ ഞാൻ കുടിക്കണം ഇത് മുഴുവൻ. പക്ഷെ ആരോ കുടിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ ആരാണ് കുടിക്കുന്നത്? ആരെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയോ? അച്ചാച്ചൻ ഉപ്പാപ്പ കുടിക്കൂല, അമ്മാമ്മ കുടിക്കൂല, കാരണവർ പണ്ടേ കണ്ടിട്ടില്ല, എൻ്റെ വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തു. നിങ്ങൾ തെറ്റി. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ 2ാമത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം കൂടി നിങ്ങൾ പരിഗണിക്കണം. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായത്തിലാണെന്നറിയോ? നിങ്ങൾ 12 വയസ്സാണ് പോലും. അതായത് എനിക്ക് എത്ര വയസ്സായടോ? ചോപ്പ് ബനിയ എനിക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? 9 ഏകദേശമായി. കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഈ ചങ്ങായി ലഹരി വസ്തു ഉപയോഗിക്കാനായി. ഇനി ഏതാ ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ഇവനെന്തെങ്കിലും മറുപടി അറിയോ? അല്ല, ഇവന്റെ കുടുംബം ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഉപ്പയും ഉമ്മയായിട്ടുണ്ട് ഇവിടെ? എടുത്തു. യെസ്, വെരി ഗുഡ്. ഞാൻ ഈ കുട്ടീനെ നോക്കിയിട്ട് ഈ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നിയത്? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയ സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ മൈക്ക കിട്ടിയപ്പോൾ ഈ ആളുകളെ മുമ്പ് നിന്ന് എൻ്റെ മോനെക്കുറിച്ച് കുടിച്ചോന്ന് ചോദിക്കുക. ഇനി കണ്ടിനോ കുടിക്കുന്നത്? ഇനി എൻ്റെ മോനെ നോക്കിയാൽ മതി. ഇങ്ങനെ ഉള്ളിൽ കൂടി എന്തൊക്കെയോ പറഞ്ഞ് എന്നെ പോകുമ്പോൾ തല്ലാനുള്ള ആശയുണ്ട് നിങ്ങൾക്ക്. പക്ഷേ കാലഘട്ടം മാറി. നിങ്ങളോട് ആരെങ്കിലും മക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി ആ ലോകത്തേക്ക് ചലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല രക്ഷകർത്താവുന്നത്. യുദ്ധത്തിനൊരു പ്രസക്തിയുമില്ല. പറഞ്ഞ ആളുകളെ തല്ലിക്കൊല്ലലല്ല ഇവിടുത്തെ വിഷയം. പറഞ്ഞ ആളുകൾ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ.
കേരളത്തിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടി ആ ലോകത്തേക്ക് ചലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങളും ഞങ്ങളും സന്മനസ് റെസിഡൻസ് അസോസിയേഷനും തയ്യാറാകുമ്പോഴാണ് ഈ നാട് സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കാനൊന്നും പറ്റൂല. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും യോദ്ധാക്കളായി ഒറ്റക്കെട്ടായി പൊരുതുന്ന മണ്ണിലാണ് നിങ്ങളുടെ മക്കൾ സുരക്ഷിതരായി ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ 1-2 ഉദാഹരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ വന്ന് നോക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഫാനുമ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. കുട്ടി ഭാഗ്യത്തിന് ഫാന് പൊട്ടി താഴേക്ക് വീണു, മരിച്ചില്ല. പോലീസ് കേസെടുത്തു. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ കുട്ടി എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് സന്തോഷമില്ല പോലീസേ, എൻ്റെ സന്തോഷമൊക്കെ എവിടെയോ കെട്ടുപോയി. എങ്ങനെയാണ് പോലീസ് ഈ കുട്ടി നിന്റെ സന്തോഷം കെട്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ തന്നു ഒരു പൊടി. ആ പൊടി തിന്നതിന് ശേഷം ഞാൻ പറക്കുകയായിരുന്നു. ആ പറക്കലിൽ പറന്ന് ഇപ്പം എനിക്ക് ഒരു താല്പര്യവുമില്ലാതായി. ഞാൻ മരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. കുറ്റ്യാടിയുടെ മണ്ണിൽ 14 വയസ്സുകാരി പെൺകുട്ടി, ഏറ്റവും നല്ലവണ്ണം പഠിക്കുന്ന പെൺകുട്ടി, A+ കിട്ടിയ പെൺകുട്ടി, LSS കിട്ടിയ പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ഉടുതുണിയില്ലാതെ കുറ്റ്യാടിയുടെ മണ്ണിലൂടെ ഓടിക്കിണക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കുട്ടിയുടെ കഥ എടുത്തു നോക്കിയാലും ഓരോ പ്രശ്നം തന്നെയാണ്. ഒറ്റൊരു ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വീട് സുരക്ഷിതരാണോ എന്ന്. എൻ്റെ നാട്ടിൽ LKG UKG 1ാം ക്ലാസ്സിലെയും കുട്ടികൾ കൂടി ഒരു ടൂർ പോയി കണ്ണൂരുള്ളൊരു പാർക്കിലേക്ക്. കണ്ണൂരിൽ പാർക്ക് പോയപ്പോൾ അവർ ആ ഊഞ്ഞാലാടിയും വെള്ളത്തിൽ കളിച്ചും ഒക്കെ സന്തോഷപരമായി ജീവിച്ചപ്പോൾ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ 3-4 ആൺകുട്ടികൾ കൂടി വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുന്നു. കുട്ടി ഗുളുഗുളു എന്ന് പറഞ്ഞ് മുക്കി ഇങ്ങനെ മരണപ്പടച്ചിൽ പടക്കുമ്പോൾ സെക്യൂരിറ്റി കണ്ടി ഓടി വന്നിട്ട് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കുട്ടിയുടെ വയറ്റിലുള്ള വെള്ളമൊക്കെ പുറത്താക്കി കുട്ടിക്ക് ജീവശ്വാസം നൽകി കുട്ടി ജീവിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ആ സെക്യൂരിറ്റി ഈ 4 ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കളിയാടാ കളിക്കുന്നത്? ആ കുട്ടി മരിച്ചു പോയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങളെ കളിയെല്ലാം പായ്യാരക്കളിയാണോ എന്നൊക്കെ ഞങ്ങളെ ഭാഷയിൽ ചോദിച്ചപ്പോൾ ആ 4 ആൺകുട്ടികൾ സെക്യൂരിറ്റിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. സെക്യൂരിറ്റി, കളിക്കാൻ വേണ്ടിയല്ല ഞങ്ങളീ പെൺകുട്ടിയെ മുക്കി പിടിച്ചത്, കൊല്ലാൻ വേണ്ടി തന്നെയാണ്. സെക്യൂരിറ്റി ഞെട്ടിപ്പോയി. സെക്യൂരിറ്റി ആൺകുട്ടികളോട് ചോദിച്ചു, അല്ല കുട്ടികളെ, എന്തിനാണ് ഈ ചെറിയ കുട്ടീനെ ഇനി മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ 4 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി മാറി നിന്ന് മറ്റേ 3 ആൺകുട്ടിയും ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? സെക്യൂരിറ്റി, അതാണ് ഞങ്ങളുടെ ബോസ്. 1ാം ക്ലാസ്സിൽ ബോസ്. ആ ബോസ് 2 മാസം മുമ്പേ ഈ UKG പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ പെൺകുട്ടിയോട് വല്ലാത്ത ഇഷ്ടം തോന്നി ബോസിന്. ബോസ് അപ്പം തന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഐ ലവ് യു ഡി. പെൺകുട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പോടാ പട്ടി. ആ ബോസ് തകർന്നു പോയി എന്നായി 3 എണ്ണം പറഞ്ഞത്. ഞങ്ങളെ ബോസ് തകർന്നു പോയി. അന്ന് വൈകിട്ട് ബോസും കൂട്ടാളികളും യോഗം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി, അന്ന് ഞങ്ങൾ യോഗത്തിലെടുത്ത തീരുമാനമാ ഈ ആ പെൺകുട്ടീനെ സ്കെച്ചിട്ട് വെച്ചതാ അന്ന് എന്ന്. ഉമ്മമാർ മറന്നോണ്ടാ. സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളെ സ്കെച്ച് പെൻസിലല്ല, കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു എന്ന് 1ാം ക്ലാസ്സിലെ ചെക്കന്മാർ. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ UKG പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ 1ാം ക്ലാസ്സിലെ കുട്ടി ഒരു പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് മരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ വാർത്തയാവാതിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? എനിക്ക് വീണ്ടും ടെൻഷൻ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. എൻ്റെ ഇളയ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവനോട് പറഞ്ഞു, ഡാ ഇങ്ങോട്ട് വാടാ. അവൻ ചോദിച്ചു ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് പ്രണയമുണ്ടോ? ഞാൻ വിചാരിച്ചു, ഇല്ല അച്ഛാ, അച്ഛൻ്റെ മോനല്ലേ അച്ഛാ, എനക്കങ്ങനെ പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. നിങ്ങളും വിചാരിച്ചത് അങ്ങനെ തന്നെയല്ലേ? പക്ഷെ എൻ്റെ മോൻ എന്നൊരൊറ്റ നോട്ടാണ് ഇങ്ങനെ. ഞാൻ വിചാരിച്ച് ആലോചിക്കുക എന്ന ഉത്തരം. ഓൻ പറഞ്ഞു, ശ്രമിക്കുന്നുണ്ട്. വിഷ്ണുവിനായി, രാജുവിനായി, മുഹമ്മദിനായി, ആയിഷക്ക് മുമ്പേ ആയി ഞാൻ ശ്രമിക്കുകയാണ് അച്ഛാ. എൻ്റെ ഒരു അച്ഛൻ എന്ന രീതിയിൽ സകല പ്രതീക്ഷകളും തകർന്നു പോയില്ലേ? ഞാൻ എൻ്റെ മകനെക്കുറിച്ച് കാത്തു സംരക്ഷിച്ച എൻ്റെ മനസ്സിലുള്ള എൻ്റെ വികാരങ്ങളെല്ലാം കത്തിക്കെട്ടുപോയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മകനെ എനിക്ക് 100% വിശ്വാസം ഇല്ല.
എൻ്റെ മകനെ എനിക്ക് 50% മാത്രമേ വിശ്വാസമുള്ളൂ. ഓൻ ലഹരിയുടെ ലോകത്ത് ചലിക്കുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. എൻ്റെ ഭാര്യ എന്നെ വിട്ട് ഒളിച്ചോടുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ആ ആശങ്ക നിങ്ങൾക്കില്ലാതെ പോയി. അത് തന്നെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇന്നു മുതൽ നാട്ടിൽ നടക്കുന്ന സകല സംഗതികൾ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിനു മുമ്പ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ള സംഗതി ലഹരിയാണ് പോലും. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? നിങ്ങൾ മുണ്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ സന്മനസ് എന്നെല്ലാം പറഞ്ഞിങ്ങനെ കുത്തിരിഞ്ഞാൽ മതി. മനസ്സിലായില്ല? എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയണോ? യേസും നോ എന്നല്ല അങ്ങ് പറയണോ? ഒന്നും കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ്. കുറച്ചാൾ യെസ്, കുറച്ചാൾ നോ, കുറച്ചാൾ സ്നോ, കുറച്ചാൾ മിണ്ടിയിട്ടേ ഇല്ല. അത് മിണ്ടൂല. ആ മലയാളിയാണല്ലോ ഞങ്ങൾ. കുറച്ചാൾ വിചാരിച്ച് എൻ്റെ റെസിഡൻസ് അസോസിയേഷനിൽ വന്നിട്ട് എൻ്റെ പൈസയും വാങ്ങിയിട്ട് ഇനി ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാൻ, ഞാൻ പറഞ്ഞത് തന്നെ എന്നുള്ള ഭാവത്തിലിരിക്കുന്ന കുറേ ആളും. നിങ്ങൾ പറയാനൊന്നും വേണ്ട. പക്ഷേ എനിക്ക് ലഹരി, നിങ്ങൾക്ക് ലഹരി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ മുഴുവൻ ഈ നിമിഷം ജീവൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ലഹരിയില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പം കുറച്ചാളെല്ലാം വിചാരിക്കും ഇവൻ നമ്മളെ ടീമാണ്, പോകുമ്പം കാണണേ എന്നൊക്കെ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഒരു ടീമും അല്ല. പക്ഷെ ലഹരി എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ലഹരി ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. അല്ലാണ്ട് അപ്പാട് ഇല്ല യെസ് നോ എന്നൊന്നും പറയരുത്. കാരണം ലഹരി ഭീകരമാണ്. ലഹരിക്ക് നമ്മൾ കൊടുത്തതല്ല, ലഹരിക്ക് കൊടുത്ത നിർവചനം ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു സാധനം കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തുവിനെ, ആ സാധനത്തെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ വസ്തുവാണ്, ആ സാധനമാണ്, ആ സംഗതിയാണ് ലഹരി. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാണണം എന്ന് തോന്നുക, എന്തെങ്കിലും ഉപയോഗിക്കണം എന്ന് തോന്നുക. അത് തോന്നുമ്പോഴും ഉപയോഗിക്കുമ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാവുക എങ്കിൽ അത് ലഹരിയാണ്. നിങ്ങൾ എണീക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ കാണണമെന്ന്? എന്താണ്? വെരി ഗുഡ്. തങ്കപ്പെട്ട നാട്ടുകാരാട്ടോ ഇത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ കാണണം, മാന്തണം, തോണ്ടണം, വാട്സപ്പ് നോക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, ചൂടുവെള്ളം കുടിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ, ചായയും കാപ്പിയും കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ലഹരിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, നാടിനെ നന്നാക്കണം, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയം ലഹരിയാണ്. പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നിസ്കാരവും പ്രാർത്ഥനയും ഒരു ലഹരിയാണ്. വൈകുന്നേരം സീരിയൽ കാണണം, ആ സീരിയൽ കാണുമ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് കൊല്ലണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ സീരിയൽ ഒരു ലഹരിയാണ്. വൈകിട്ടാവുമ്പോൾ കളിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, ഷട്ടിൽ കളിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കളി ഒരു ലഹരിയാണ്. പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, പാട്ട് പാടുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, കരാട്ട കളിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, ചെടി വളരുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, പശുവിനെ വളർത്തുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, പശു വളർത്തലും ചെടി വളർത്തലും കുങ്ഫുവും കളരിയും കരാട്ടയും പാട്ടും ആട്ടവും എല്ലാം ലഹരിയാണ്. ഓക്കെ, നമ്മൾ മനസ്സിലായല്ലോ. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഏതേനു? നിങ്ങളെല്ലാം പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്കില്ല സാധനം. ഞാൻ എന്താ സാധനം? അതേതാ സാധനം ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ പറഞ്ഞ സാധനം എനിക്കറിയാം. സിഗരറ്റ്, കള്ള്, കഞ്ചാവ്. പിന്നെ എങ്ങനെ നമ്മളെ മക്കൾ നന്നാവുക? ഈച്ചയിലോട് ചിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താ? സിഗരറ്റാണ് ലഹരി, കള്ളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം വായിക്കണം പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുസ്തകം തുറക്കണം, വായിക്കണം, പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല പോലും. ഭാഗ്യം. പഠിപ്പൊരു ലഹരിയല്ല എന്ന് പറഞ്ഞ മനസ്സിലായിക്കല്ലോ നിങ്ങൾക്ക്. ഈ കുട്ടികൾക്ക് പുസ്തകം കാണുമ്പോൾ വായിക്കാനും എഴുതാനും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പഠിപ്പൊരു ലഹരിയല്ല. അപ്പൊ എന്താണ് ഈ ബാപ്പ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാപ്പയും ഉമ്മയുമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. കുട്ടിയോട് പഠിപ്പൊരു ലഹരിയാണെന്നും കളി ഒരു ലഹരിയാണെന്നും പാട്ടുപാടൽ ലഹരിയാണെന്നും നിങ്ങൾ പഠിപ്പിച്ചോ? നിങ്ങൾ പഠിപ്പിച്ചെന്താ? സിഗരറ്റാണ് ലഹരി, കള്ളാണ് ലഹരി, അരുത് ലഹരി. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാ? ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. ഒന്നുമില്ല. സാർ നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? കഴിച്ചിന?
നിങ്ങൾ ഭാര്യനെ ഇങ്ങനെ ഓർമ്മിക്കുമ്പം വീണ്ടും വീണ്ടും കാണാൻ തോന്നുക, ഭാര്യനെ ഓർമ്മിക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഭാര്യ ഒരു ലഹരിയല്ലേ? ആവണ്ടേ ശരിക്കും ലഹരി? അല്ല ഉമ്മ നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഭർത്താവിനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും കാണുക, മുട്ടുക. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ഒരു ലഹരിയല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ കാണണം എന്ന് തോന്നുന്നുവെങ്കിൽ മക്കളല്ലേ ലഹരി? 4 പേർക്കും വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ വീടല്ലേ ലഹരി? പിന്നെ ഇതൊന്നും എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ലഹരി അരുത് എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയും ഇങ്ങനെ കൈപിടിച്ച് ജാതി നടത്തുന്നത് എന്താ അടിസ്ഥാനത്തിലാണ്? ഭർത്താവ് അരുത് എന്നാണോ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്? നിങ്ങളെ വീട് വേണ്ട എന്നാണോ നിങ്ങളെ മുദ്ര? അതുകൊണ്ടാണ് പോലീസ് ജീവിതത്തിൽ ഇത്രയേറെ അനുഭവ പാരമ്പര്യമുള്ള പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ ഒരിക്കലും ലഹരി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. ഭർത്താവിന്റെ കണ്ണിൽ ഭാര്യ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഭാര്യനെ ആലോചിക്കുമ്പോൾ ഭർത്താവിനൊരു അഭിമാനം ഉണ്ടാകണം. മക്കൾക്ക് അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഉശിരുണ്ടാവണം. ആ ഉശിരില്ലാത്തിടത്തോളം കാലം നിങ്ങളെ കുടുംബം തകർന്ന് തരിപ്പണമാവും. മറ്റു ലഹരി ആ ജീവിതത്തിലേക്ക് കടന്നു വരും. 12 വയസ്സുകാരൻ കേരളത്തിന്റെ മണ്ണിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആ കുട്ടിയുടെ കണ്ണിൽ അവന്റെ ബാപ്പ ജീവിച്ചിരിപ്പില്ലായിരുന്നു. ഏതെങ്കിലും 12 വയസ്സുള്ള കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആ കുട്ടിയുടെ കണ്ണിൽ അവന്റെ ഉമ്മയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അങ്ങനെ ബാപ്പയ്ക്ക്, അങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒളിച്ചോടി പോയിട്ടുണ്ട് എങ്കിൽ ആ ഉമ്മയുടെ കണ്ണിൽ ഭർത്താവും കുടുംബവും ഇല്ലായിരുന്നു എന്ന് എഴുതി വെച്ചോ നിങ്ങൾ. അങ്ങനെ ഭർത്താവും ഭാര്യയും കുടുംബവും കണ്ണിൽ നിറയുന്ന ഒരു കുടുംബത്തിലും ഒരു മോശത്തരവും വേണ്ടാത്ത ലഹരിയും കടന്നു വന്നിട്ടില്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് ഞാൻ പറയെങ്കിലും ഇല്ലേ, നിങ്ങളെ മുഖമെല്ലാം കാണുമ്പോൾ ഭാര്യ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളങ്ങ് തകർന്നുപോയി. ഭാര്യനെ കാണാൻ മുട്ടുന്നുണ്ടെന്നെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പാടെ തന്നെ എല്ലാവർക്കും ഒഴഞ്ഞുപോയി. ഇതെന്ത് പറ്റി നിങ്ങൾക്ക്? അതെനക്കും ഉണ്ട് കേട്ടാ, സംഭവം സത്യ. ഞാനും കല്യാണം എന്നെല്ലാം വിചാരിച്ച് ഗംഭീര സംഭവം. എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ഏറ്റവും മനോഹരമായി ജീവിച്ച കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏതാണെന്നറിയാം. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഈ താലി കെട്ടുന്നൊരു സമയമുണ്ടല്ലോ, അന്നേരത്ത് ഞാനോട് സംസാരിച്ചിരുന്നു. എന്തൊരു സംസാരാന്നറിയോ? ഓൾ എന്നോട് പറഞ്ഞു പറക്കണം, ഞാൻ പറഞ്ഞു ഞാനും. നമ്മൾ ഓടണം, ഞാൻ പറഞ്ഞു ഞാനും. അങ്ങനെ ഓട്ടോടോട്ടം, പറക്കലോട് പറക്കൽ. ആ താലി കെട്ടിയ നിമിഷം മുതൽ ഒരു പറക്കലും ഇല്ല. മനസ്സിലായില്ലേ? എൻ്റെ ഏറ്റവും നല്ല ചിരി ഏതാന്നറികൾ? ആൽബത്ത് കാണുന്ന ചിരിയ. ആ ചിരി എനിക്ക് പിന്നെ തിരിച്ചു കിട്ടിയിട്ടേ ഇല്ല. അവിടെയാണ് ഈ ഒരു ഒന്നിച്ചിരിക്കലിൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയം. അതാണ്. ആർക്കും സംതൃപ്തിയില്ല. പിന്നീട് ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളായി, 2ആയി. പിന്നീട് ഒരു 2 കൊല്ലം കഴിഞ്ഞിടത്തേക്ക് കാണുമ്പം ചെയ്താൻ വിടുന്നു. രാവിലെ ഓൾ എണീറ്റ അവിടെ ഒരു ഊര വേന, ചക്കന് വയറ്റുന്ന വേന, മൂത്തോക്ക് ഫീസ്, കൊല്ലാനിങ്ങനെ തോന്നുക. ഒരു പറക്കലും ഇല്ല. അത് തന്നെയാണ് കുടുംബത്തിൻ്റെ പ്രശ്നവും. നമ്മൾ പറക്കുന്ന സമയത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ചന്ദ്രയാൻ വിജയിച്ചത്. ചന്ദ്രയാൻ 1 എന്താ പൊട്ടിപ്പോയത്? ചന്ദ്രയാൻ 2 എന്താ പൊട്ടിപ്പോയത്? ചന്ദ്രയാൻ 3 എന്താ ജയിച്ചത് എന്നറിയുള്ളൂ. ചന്ദ്രയാൻ 1 ഇവരെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രനിൽ പോന്ന് ഇങ്ങനെ അങ്ങ് വിടുന്ന്. ആടെ പോയോക്കുമ്പോൾ അങ്ങനെ പോയില്ല. ചാന്ദ്രൻ ഓവർ എയിലോടിയോ പോയി. 2ാമത് വീണ്ടും ഒരു വന്ന് പറത്തിയിട്ട് പറഞ്ഞാൽ ആടെ വിടണ്ട, ഇവിടെ വിട്ടോളി, ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് വിടുക. നമ്മളെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞ പോലെ അതും പൊട്ടിപ്പോയി. 3ാമത് ചന്ദ്രയാൻ വിട്ടപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെ വിടണം, ഇങ്ങനെ ആടായിക്കില്ലെങ്കിൽ ഇങ്ങനെ വിടണം. അങ്ങനെ ഒരു 5-8 ഓപ്ഷനും കൊണ്ട് വന്നപ്പോൾ ചന്ദ്രയാൻ 3 വിജയിച്ചു. കല്യാണം അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഓല് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണോ? ചിരിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ ചിരിക്കണം. ഭാര്യനെ കാണുമ്പോൾ ഭർത്താവ് അവിടെ, ഭർത്താവ് ഇങ്ങോട്ട്, നിങ്ങൾ ചിരിച്ചോ. ആ ചിരിയിൽ ഒരു കുടുംബത്തിലും കലാപം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ സകല മനുഷ്യരും ചിരിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങൾ മാറട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കുടുംബം ലഹരി ആയിട്ടുണ്ട് എങ്കിൽ ആ ജീവിതത്തിൽ വേറൊന്നും. 12 വയസ്സുകാരൻ കോഴിക്കോട് സിറ്റിയിൽ സൂയിസൈഡ് ചെയ്തല്ലോ കഴിഞ്ഞ 2 മാസം മുമ്പേ. പത്രത്തിൽ വായിച്ചോ നിങ്ങൾ? ആദ്യം കുട്ടി തൂങ്ങി മരിച്ചത്. കുട്ടി തൂങ്ങി മരിച്ചപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ട് ബോഡി താഴേക്ക് വെച്ച് ആ ശരീരം മുഴുവൻ പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ കീശയിൽ നിന്നൊരു കഷ്ണം കടലാസ് കിട്ടി. ആ കടലാസിൽ കുട്ടി മരിച്ച കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ആ കടലാസ് വായിച്ച പോലീസുകാരൻ ചിരിച്ച് പണ്ടാരടങ്ങിപ്പോയി. മരിച്ച വീട്ടിലെ നാട്ടുകാർ പറഞ്ഞു, പോലീസ് പണ്ടേ അങ്ങനെയാ, ഓല് മരിച്ചെടുത്തൊന്നും ചിരിക്കൂ. പറഞ്ഞ ചങ്ങായിനെ പോലീസ് ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരി, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ കാരണവർ ചിരിച്ച ചിരി ഇപ്പോൾ എൻ്റെ ചെവിയിലുണ്ട്. ഈ അന്തം വിട്ടവൻ എഴുതി വെച്ചെന്താണെന്ന് അറിയോ? 12 വയസ്സുകാരൻ, ഞാൻ വിട വാങ്ങുകയാണ്. വിട വിട വിട, കുത്ത് 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 കുത്ത്. എൻ്റെ അക്കേറത്തിലെ മീൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്നും. ഈ അന്തം വിട്ടവൻ അക്കേറത്തിൽ ഒരു മീനിനെ പോറ്റിയിരുന്നു, ആ മീൻ മരിച്ചോലും അതിൽ പ്രതിഷേധിച്ചിട്ടാണ് പോലും പോട്ടം മരിച്ചത്. നമ്മൾ കുടുംബം ലഹരിയാണെന്ന് ചർച്ച ചെയ്തപ്പെട്ട ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ചോക്ക്. ആ കുട്ടിയുടെ അച്ഛനെ കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ ആ കണ്ണിലുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി മരിക്കണമായിരുന്നോ? മീനിനേക്കാൾ എന്തെങ്കിലും മൂല്യം ആ കുട്ടിയുടെ ഉമ്മക്കുണ്ടായിരുന്നുവെങ്കിൽ കുട്ടി മരിക്കണമായിരുന്ന? ആ കുട്ടി ആ മീനിനേക്കാൾ മൂല്യമുള്ള ഫ്രണ്ട്സുകൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടി മരിക്കണമായിരുന്ന? അതുകൊണ്ടാ പറഞ്ഞത്, കുട്ടികൾ ആത്മാർത്ഥമായി ഇവിടെ ഈ മണ്ണിൽ കളിച്ചു വളരണം. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും കുടുംബത്തിനും അപ്പുറം മനുഷ്യന്റെ ജീവിതത്തിൽ കള്ളും സിഗരറ്റും കഞ്ചാവും കടന്നു വരുന്നത്? ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ വെള്ള സാധനം ഇങ്ങനെ വലിച്ച് പുകയിലൂതും ഫൂഫൂന്ന് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒരു കാര്യം ഓർപ്പിച്ചോ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉമ്മയും സഹോദരിയും സഹോദരനും എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടെങ്കിലേ, നിങ്ങളുടെ ഹൃദയം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. മനുഷ്യ ഹൃദയമുള്ള ഒരു മനുഷ്യനും മറ്റൊരാൾ സിഗരറ്റ് വലിക്കുന്നതും കള്ള് കുടിക്കുന്നതും പാൻഡ്രാഗ് വെക്കുന്നതും നോക്കിയിരിക്കാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? ഈ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ള ബോധമുള്ള ഏതെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കാൻ പറ്റുമോ? സ്ട്രോക്ക് വന്ന് വടി പോലെ കിടക്കുമെന്ന് ബോധ്യമുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിരിക്കാൻ പറ്റുമോ? ലിവർ നശിച്ചു പോകുമെന്ന്, കരള് കത്തിപ്പോകുമെന്ന് ബോധമുള്ള ഏതെങ്കിലും കാമുകിക്ക് കാമുകൻ സിഗരറ്റ് വലിക്കുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനു മുമ്പേ സിഗരറ്റ് എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾ? സിഗരറ്റ് വെള്ള സാധനമാണെങ്കിലും ആ സിഗരറ്റിൽ 78 രാസവസ്തുക്കളുണ്ട്. ആ 78 രാസവസ്തുക്കളിൽ 72 രാസവസ്തുക്കളും ക്യാൻസറിന് കാരണമാവുന്ന സംഗതിയാണ്. എല്ലാ മനുഷ്യ ശരീരത്തിലും ക്യാൻസർ കോശങ്ങളുണ്ട് എന്ന് ഓർമ്മിച്ചവിടെ വെച്ചോ. ആരും ക്യാൻസർ വിമുക്തരൊന്നുമല്ല. സകല മനുഷ്യരുടെ ശരീരത്തിലും ക്യാൻസർ ഉണ്ട്. ഒരവസരം കിട്ടിയാൽ ആ ക്യാൻസർ ഇങ്ങ് പുറത്തു വരും. സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മളെ മനുഷ്യ ശരീരത്തിന് ആ അവസരമാണ് വരാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ ഭർത്താവ് കരളില്ലാതെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളെ ഭർത്താവ് വടി പോലെ കട്ടിലിൽ ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? അങ്ങനെ കഴിവില്ല എങ്കിൽ ഇന്ന് ഭർത്താവ് കള്ളു കുടിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ അതിനോട് പറയണം, ഭർത്താവെ, ഞാൻ നിങ്ങൾക്ക് ക്യാൻസർ വന്ന് നിങ്ങളെ ഞാൻ നോക്കൂല, എനിക്ക് നിങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ടും ഭർത്താവ് കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയാ, നിങ്ങൾ ഇങ്ങനെ വടിപോലെ കിടന്നിക്കണ്ടേ, അങ്ങോട്ടല്ല രാജൻ്റെ ഓടി ഞാൻ ഒളിച്ചോടി പോകുന്നു പറയാം. ഭർത്താവിനെ പേടിപ്പിച്ചാൽ നിൽക്കാത്ത ഒരു ഭർത്താവും തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങളാണ് നിങ്ങളെ വീട്ടിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി എന്തുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നതെന്ന് മനസ്സിലാണ്ട് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും കുടുംബത്തിനേക്കാൾ മൂല്യം സിഗരറ്റിന് കിട്ടുന്നത്? അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം. സിഗരറ്റ് മനുഷ്യൻ എപ്പോഴാണ് വലിക്കുക? ആരും കണ്ടിട്ടുണ്ടോ സിഗരറ്റ് വലിക്കുന്നത്? എപ്പോഴാണ് വലിക്കുക സിഗരറ്റ്? യെസ്, ടെൻഷൻ വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണെന്നാണ് നിങ്ങളെ വാദം. രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇരിക്കുമ്പോഴാണ് പോലും സിഗരറ്റ് വലിക്കുന്നത്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് പോലും സിഗരറ്റ് വലിക്കുന്നത്. കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് പോലും സിഗരറ്റ് വലിക്കുന്നത്. സിഗരറ്റ് വീണ്ടും വീണ്ടും വലിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിഗരറ്റ് ലഹരിയാണ്. എങ്കിൽ പറ, സിഗരറ്റ് ലഹരിയാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഉത്തരത്തിൽ തന്നെ ഇല്ലേ? എന്തുകൊണ്ടാണ് സിഗരറ്റ് ലഹരിയാവുന്നത്? മനുഷ്യൻ കക്കൂസ് പോയി വെറുതെ ഇരിക്കുമ്പോൾ, ചോറ് നിന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, സന്തോഷവും സങ്കടവും വന്ന് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത് എങ്കിൽ മനുഷ്യന് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത് എപ്പോഴാണ്? വെറുതെ ഇരിക്കുമ്പോൾ. എപ്പോഴാ? വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഈ ലഹരി എന്ന് ഇനി മൊബൈൽ ഫോൺ എപ്പോഴാ തോണ്ടിക്കളിക്കുന്നത്? മനുഷ്യന്മാർ വെറുതെ ഇരിക്കുമ്പോൾ. അമ്മയും ബാപ്പയും ഒക്കെ എപ്പാ സീരിയൽ കണ്ട് മരിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ സീരിയൽ അല്ല വിഷയം, ഇവിടെ സിഗരറ്റ് അല്ല വിഷയം, ഇവിടെ കഞ്ചാവും പാൻപ്രാഗുമല്ല വിഷയം. മനുഷ്യന്മാർ വെറുതെ ഇരിക്കുന്നതാണ് വിഷയം. ഈ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോഴാണ് 12 വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് ലഹരി കടന്നു വരുന്നത്. കാരണം എന്താ? ഈ കുട്ടികൾ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല,
പഠിക്കുവാൻ ഇഷ്ടമില്ലാത്ത കുട്ടീനെ വെറുതെ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ലഹരികൾ കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാവേണ്ടത് ആർക്കാണ്? രക്ഷാകർത്താക്കൾക്കാണ്. അവിടെ സൂക്ഷിച്ചോ, ഇന്നു മുതൽ നിങ്ങളെ മക്കളെ വെറുതെ ഇരിപ്പിക്കരുത്. ആ മക്കൾ 4 മണി മുതൽ 6:30 വരെ കളിച്ച് തിമിർക്കട്ടെ. അങ്ങനെ കളിച്ച് ശരീരത്തിലെ കൊഴുപ്പും എല്ലാം ഒഴിവാവട്ടെ. അങ്ങനെ ഒഴിവായ ഒരു കുട്ടിയും മറ്റൊരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ നാട്ടിൽ ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യക്കുട്ടികളെ പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. മനുഷ്യൻ രാത്രി എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം രാത്രി? പറ. 7:30 മുതൽ 8:30 മണി വരെയുള്ള സമയത്ത്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം? മനുഷ്യൻ എന്നെ പോലെ പണിയില്ലാത്ത ചങ്ങായി 6 മണിക്കൂർ ഉറങ്ങണം. നിങ്ങളെപ്പോലെ കഠിനാധ്വാനികളായ മനുഷ്യന്മാർ 8 മണിക്കൂർ ഉറങ്ങണം. ഉറങ്ങേണ്ടത് രാവിലെയാണോ രാത്രിയാണോ? രാത്രി. അതെല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നാൽ നിങ്ങൾ നാളെ എൻ്റെ കൂടെ, ഞാൻ നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ്, എൻ്റെ കൂടെ നിങ്ങൾ വണ്ടിയിൽ വരണം. ഈ പരപ്പനങ്ങാടിയുടെ മണ്ണിൽ, ചെമ്മാടിന്റെ മണ്ണിൽ, കോഴിക്കോടിന്റെ മണ്ണിൽ, വടകരയുടെ മണ്ണിൽ രാത്രി 2 മണിക്ക് ബൈക്കിൽ വന്ന കുറേ മനുഷ്യക്കുട്ടികൾ പൊരിച്ച കോയും ചിരിച്ച ചിക്കനും കുഴിമന്തിയെല്ലാം അന്തം വിട്ട് തിന്നുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സാധാ മനുഷ്യന്മാരാണോ തിന്നുന്നത്? ഇറ്റേക്കൻ്റെ ആക്രമുട്ടീന. 10 മണിക്ക് കിടന്നുറങ്ങേണ്ടുന്ന കുട്ടി രാത്രി 2 മണിക്ക് ബിരിയാണി കഴിക്കുന്നുണ്ട് എങ്കിൽ അവൻ മനുഷ്യനാണോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചു. രാത്രി 12 മണിക്ക് ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന കുട്ടി, 10 മണിക്ക് ഉറങ്ങേണ്ടുന്ന കുട്ടി ശരീരം നന്നാക്കാനാണെന്ന് പറഞ്ഞിട്ട് ടർഫിൽ പോയി കളിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ശരീരത്തിന് തകരാറാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവില്ലാത്ത സമൂഹമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെ മക്കളെ 10 മണിക്ക് കിടത്തി ഉറക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. 18 വയസ്സ് വരെ, പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് നിങ്ങളെ മക്കൾ വീട്ടിലടങ്ങട്ടെ, 10 മണിക്ക് കിടന്നുറങ്ങട്ടെ, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അവർ പ്രഭാതകൃത്യങ്ങൾ ചെയ്യട്ടെ. അങ്ങനെ മനുഷ്യക്കുട്ടിയായിട്ട് ആ കുട്ടി ജീവിച്ച ഒരു വീട്ടിലെ കുട്ടിയും ലഹരിക്കടി. ഒറ്റ പോയിന്റ് കൂടി ഞാൻ പറയുന്നു, ഈ കള്ളിനും കഞ്ചാവിനും അപ്പുറത്തേക്ക് ഒരു മാരകമായ ലഹരി കൂടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചവിടെ വെച്ചോ. അതിൻ്റെ പേര് MDMA എന്നാണ്. MDMA നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ 12 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് പോലും. 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഇത് ഉണ്ടാവുക. പഞ്ചസാര തരി കണ്ടിട്ടുണ്ടല്ലോ? ആ പഞ്ചസാര തരി പുറത്തേക്ക്, അതായത് വായുവിൽ തുറന്നു വെച്ചാൽ അത് അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് പോളിത്തീൻ എയർ ടൈറ്റ് ബാഗിൽ മാത്രമേ വെക്കുള്ളൂ. ഇനി 2500 മുതൽ 4000 ഉറുപ്പ്യ വരെ ഉണ്ട് ഒരു ഗ്രാമിന്. അതാണ് കേരളത്തിലെ 10 വയസ്സുകാരൻ ഉപയോഗിക്കുന്നത്. എവിടുന്ന് ഈ പൈസ കിട്ടിയത്? എവിടുന്ന് പൈസ കിട്ടിയതെന്നൊന്നും ഞാനറിയില്ല, എന്നാൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഉപയോഗിച്ചാൽ 48 മണിക്കൂർ കുട്ടി പറക്കും, സന്തോഷത്തിൻ്റെ ലോകത്ത് പറക്കും. അതുകൊണ്ട് തന്നെ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും അറിയുന്നില്ല. ഇത് അറിയണമെങ്കിൽ എങ്ങനെയാ പറ്റുമെന്നറിയോ? ഇത് ഉപയോഗിച്ചതിന് ശേഷം 48ാമത്തെ മണിക്കൂറിൽ ഇതേ അളവിൽ ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ കുട്ടി മുഴുത്ത ഭ്രാന്തനെ പോലെ ജീവിക്കേണ്ടി വരും. ആ അവസരത്തിൽ കുട്ടീനോട് ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, അമ്മേനെ ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞാൽ അമ്മേനെ ബലാത്സംഗം ചെയ്യും. കുട്ടി ഫുട്ബോൾ സ്നേഹിയാണെങ്കിൽ അവൻ ഫുട്ബോളിനെ സ്നേഹിച്ച് മരിക്കും. ഇത് മാത്രമാണ് ഇതിനൊരു ലക്ഷണം കാണുന്നുള്ളൂ. ഇതെങ്ങനെയാണ് കുട്ടി ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാക്കണേ. കുട്ടി ഉറങ്ങുന്ന നോക്കുക. കുട്ടി ഉറങ്ങുമ്പോൾ എസ് പോലെ ഉറങ്ങുക, എസ് പോലെ, പുഴു ഉറങ്ങിയ പോലെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെന്ന് നോക്കിയിട്ട് ചെക്കന് വയറ്റുന്ന കഴിഞ്ഞാറ്റായിട്ട് എസ് പോലെ കറക്കുമ്പോൾ MDMA വരാന്താന്ന് പറയണ്ട. ഈ MDMA ഉപയോഗിച്ചാൽ 6.5 കൊല്ലം കൊണ്ട് ഈ മനുഷ്യ ജന്മം അവസാനിക്കും. ചത്തുമില്ല, മുഴുത്ത ഭ്രാന്ത് വരുന്നതാണ് കണക്ക്. നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ ആ കുട്ടിയുടെ അച്ഛൻ മഴ കൊണ്ട് തല പിളർത്ത് കൊന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ MDMA ആണ്. വയനാട് താമരശ്ശേരി ചുരത്തിൻ്റെ 6ാമത്തെ വളവിൽ വയനാടുള്ളൊരു പയ്യൻ 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ 3 മാസം കൊണ്ടു നടന്ന് പീഡിപ്പിച്ച് നശിപ്പിച്ച് പൂച്ചക്കുട്ടിയെ പോലെ ആ 6ാമത്തെ വളവിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ MDMA ആണ്. 9ാം ക്ലാസ്സിലെ കുട്ടി സ്വന്തം ഉമ്മയെ ബലാത്സംഗം കോഴിക്കോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു MDMA ആണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതിന് റേപ്പ് ഡ്രഗ് എന്നും കൂടി ഒരു പേരുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ MDMA ഈ ലോകത്ത് നിന്ന് നമുക്ക് കരകയറ്റണം. അടുപ്പിക്കരുത് ഈ മണ്ണിൽ. സന്മനസ്സുള്ള മനുഷ്യന്മാർ ഭ്രാന്തന്മാരായി മാറാതിരിക്കാൻ
അതുകൊണ്ടാണ് പോലീസ് ഒറ്റക്ക് വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളോടൊപ്പം നിങ്ങളും യോദ്ധാക്കളായി ഈ MDMA-ക്കെതിരെ പോരാടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ നാടും 10 കൊല്ലം കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം യോദ്ധാക്കളായി മാറണം. ഒരു MDMA വെക്കുന്ന ഒരു മനുഷ്യൻ ഈ സന്മനസ് റോഡ് റെസിഡൻസ് അസോസിയേഷനിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, 10 പേരെ ഒരു കൊല്ലം കൊണ്ട് 10 പേരെ ഓൻ ഭ്രാന്തിന് അടിമയാക്കും. അപ്പൊ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പുറത്തു പോകുന്ന മക്കള് ഇനി രുചിയും ഇല്ല, മണവും ഇല്ല, ഗന്ധവും ഇല്ല. ഇത് പൊടിച്ച് ചുണ്ടിന്റെ മേലെയോ മൂക്കിൻ്റെ ഉള്ളിലോ കണ്ണിൻ്റെ ഉള്ളിലോ ഭക്ഷണത്തിലോ ജ്യൂസിലൂടെ അങ്ങ് ചെന്നാ മതി, കുട്ടി പറക്കും. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യക്കുട്ടിക്കും സമാധാനത്തോടു കൂടി ഇന്ന് മുതൽ ഉറങ്ങാൻ കഴിയരുത്. ഞാനെന്താ ചെയ്തതെന്ന് അറിയാം. ഇപ്പൊ എൻ്റെ മക്കളെപ്പാ ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ട്, എൻ്റെ മക്കളെപ്പാ ഒളിച്ചോടുകയെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി തീരുമാനിച്ച ഒരൊറ്റ തീരുമാനമുണ്ട്. ഞങ്ങൾ 18 വയസ്സ് വരെ, കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെ ഒരു ബെഡ്റൂമിൽ കിടക്കാൻ തീരുമാനിച്ചു. എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കൻ ചോദിച്ചു, എന്തിനാ അച്ഛാ 4 ബെഡ്റൂമുള്ളെടുത്ത് നമ്മളെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? ഞാൻ പറയും, എൻ്റെ അമ്മ ഒളിച്ചോടും, നമുക്ക് പിടിക്കണം. എൻ്റെ പെങ്ങൾ ഒളിച്ചോടും, നമുക്ക് പിടിക്കണം. ഞാനോടും പെങ്ങളെല്ലാം കൂടി പിടിക്കണം. എൻ്റെ മോൻ പറഞ്ഞതെന്നറിയോ, പിടിക്കും, ആരും ഇവിടുന്ന് പോകരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കിടക്കാമെന്ന്. എൻ്റെ അവിടെ ആണെങ്കിൽ 4 കിടക്കേണ്ട കട്ടിലും ഇല്ല, 3 കിടക്കേണ്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് നന്നായി ചെയ്യുന്നു. എന്താണെന്നറിയോ, ഇങ്ങനെ ഒരുത്തൻ ഉന്തിയാൽ അങ്ങനെ ഒരുത്തൻ പോവും, അങ്ങനെ ഒന്നും തിരിഞ്ഞാൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നാളെ കിടത്ത നിങ്ങൾ കാണണം. എൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മറച്ചിട്ട് ചെക്കനും, ചെക്കൻ്റെ കാലിൻ്റെ ഉള്ളിൽ മറച്ചിട്ട് പെണ്ണും, എൻ്റെ ഭാര്യ എല്ലാവരുടെ മേത്തും ചൊറഞ്ഞ് പറഞ്ഞിട്ട് ഓളും കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചൊറ പിടിച്ച കുടുംബമായിട്ട് കട്ടിലിൽ ഞാളിങ്ങനെ ആത്മാർത്ഥമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ആദ്യം കുടുങ്ങിപ്പോയത് ഞാനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. കഴിഞ്ഞ ഈ കൊല്ലം ആദ്യം ഈ കർക്കിടകത്തിലൊരു മഴ പെയ്തില്ലേനാ, അന്ന് ഞാൻ അറിയില്ല മഴ പെയ്യുന്നത്. ഞാൻ നല്ലോണം വെള്ളം കുടിച്ചിട്ട് അങ്ങ് കിടന്ന് ഈ ചൊറേൻ്റെ ഉള്ളിലാണ് കിടന്നത്. 10-10:30 ആയപ്പോൾ മൂത്രമൊക്കെ മൂട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. ഞാൻ വെച്ചാൽ എണീക്കണ്ട, ഇനിയിപ്പോൾ ചൊറേൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് പ്രശ്നമാക്കണ്ടല്ലോ. ഞാൻ മുട്ടിപ്പിടിച്ച് നിന്ന് 2:30 മണിയായപ്പം പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല. ഞാൻ കാമണിക്കൂറും കൂടി നിന്ന് നോക്കുമ്പോൾ പിന്നെ മരിക്കുന്നായപ്പോൾ ഈ ചൊറയിൽ നിന്ന് ഞാൻ മെല്ലെ കാല് ലൂസാക്കി മെല്ലെ കട്ടിലിൽ നിന്ന് താഴേക്ക് കാലിങ്ങനെ വെച്ച് നിന്നപ്പോ ഇല്ലേ, ഞാൻ കേട്ടൊരു നിലവിളിയുണ്ട്, അമ്മേ അച്ഛനെ പിടിച്ച്, അച്ഛൻ ഓടി വരി ഒറ്റ നിലവിളി. ഞാൻ പറയും, എടാ അതിനല്ല, ഇത് പഠിച്ചവനാണ്, അതിനല്ല, ഇത് മൂത്രമൊഴിക്കുവാനാ, ഇനി വന്നോക്ക്. പക്ഷെ അവൻ വിട്ടില്ല എന്നെ. എൻ്റെ ഭാര്യ ഉറക്കത്തിൽ ഞെട്ടിയിട്ട് വെച്ച്, അല്ല എന്തെന്ന് ഏടി ഞങ്ങൾ ഓടുന്നു. ഞാൻ ഓടിയല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ 3ാം ക്ലാസ്സിലെ മകന് ഞാൻ ഒളിച്ചോടുന്ന പേടിയുണ്ട്. എൻ്റെ ഭാര്യ ഒളിച്ചോടുമെന്നുള്ള പേടി അവനുണ്ട്. ആ പേടി തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിജയമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒന്നിച്ചൊന്നായി ഉമ്മയും ഉപ്പയും മക്കളും ഒറ്റക്കെട്ടായി ഈ നശിക്കുമെന്ന ബോധത്തോടുകൂടി, ഓടുമെന്ന ബോധത്തോടുകൂടി, ലഹരിക്ക് അടിമപ്പെടുമെന്ന ബോധത്തോടുകൂടി ആ പ്രതിരോധ മന്ത്രങ്ങൾ സ്വീകരിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സന്മനസ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ ജനങ്ങളും സന്മനസ്സോടുകൂടി സമാധാനപരമായി ഇവിടെ ജീവിക്കാൻ കഴിയും. എല്ലാ മക്കളെയും കണ്ണു തുറന്ന് നിരീക്ഷിക്കാൻ, അവരുടെ കൂട്ടുകെട്ട് പരിശോധിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ മക്കളെ കളിക്കാൻ അനുവദിക്കണം. കളിച്ച് തളരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ടാവണം. അവരിങ്ങനെ സന്മനസ് സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കട്ടെ. എന്തായാലും നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിപ്പിക്കണം. ഇനി നിങ്ങളെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യൂ, സന്മനസ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ പരിസരം പരിശുദ്ധമാക്കാൻ നിങ്ങളെല്ലാം ഞാൻ വെല്ലുവിളിക്കുന്നു. ഞങ്ങളോടൊപ്പം യോദ്ധാക്കളായി നിങ്ങളും ഉണ്ടാവണം. നിങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവണമെങ്കിൽ കുടുവാളൊന്നും എടുത്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങരുത്. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പ് നമ്പറാണ് 99 95 96 6666 എന്നാണ് യോദ്ധാവിൻ്റെ നമ്പർ. അതൊരു വാട്സപ്പ് നമ്പറാണ്. ഈ നാട്ടിൽ ആരെങ്കിലും MDMA ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: അവൻ കാണാതെ അവൻ ലഹരി വസ്തു കയ്യിൽ വെക്കുന്നതും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. സന്മനസ് റോഡ് ഇന്നേ ദിവസം ഇന്നേ സമയം എന്ന് മാത്രം അതിൽ എഴുതി തന്നാൽ, കേരളത്തിൽ നിങ്ങളെ പരപ്പനങ്ങാടി പോലീസൊന്നുമല്ല അതിലുള്ളത്, കേരളത്തിലെ DGP തലം മുതലുള്ള സകല യോദ്ധാക്കളും ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഫോട്ടോ ക്ലിയറാണ് എങ്കിൽ ആ MDMA ഈ യോദ്ധാവ് വന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ നാട്ടിലുള്ള ഒരു ചങ്ങാതിനെ പിടിച്ചാൽ ഓൻ ഒരു കൊല്ലം കൊണ്ട് 10 പേരെ ഭ്രാന്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന
നല്ല ദൈവദൂതരായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തലയുയർത്തിപ്പിടിച്ച് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഈ സന്മനസ് റോഡിലൂടെ നടക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛനും അമ്മയും മക്കളും ഒക്കെ അത്താഴ ഭക്ഷണം ഒന്നിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷിക്കുന്ന ഒരു സംസ്കാരം വീട്ടിലുണ്ടാവട്ടെ. പള്ളിയിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചു പോകാനുള്ള സന്മനസ്സുണ്ടാവട്ടെ. കല്യാണത്തിന് സകല മനുഷ്യരും ഒന്നിച്ചു പോകുന്ന സംസ്കാരം ഉണ്ടാവട്ടെ. അങ്ങനെ കുട്ടികൾ വേറെയും ബാപ്പ വേറെയും ഉമ്മ വേറെയും ആവാതെ എല്ലാവരും ഒന്നാണെന്നുള്ള ബോധമുണ്ടാക്കി ഈ സന്മനസ് ഉജ്ജ്വലമായി മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരോടും എന്നെ ഇത്ര നേരം നട്ടെല്ല് നിവർത്തി എന്നെ നോക്കിയിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊന്നും പെരാന്തില്ല എന്ന് ആത്മാഭിമാന ബോധത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെ തന്നെ നിങ്ങളുടെ മക്കളെയും ചേർത്തിരിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.